ഇപ്പം നിൽക്കുന്നത് അതായത് വെള്ളാവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കറിയാം നാട്ടുമ്പുറങ്ങളിൽ നിന്നല്ല ഈ കേരളത്തിലെന്നല്ല എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ചുമട്ട് തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ തടി കയറ്റ് തൊഴിലാളികളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടോ അവരുടെ കാര്യങ്ങളോ എല്ലാവരും മറക്കുന്നൊരു കാര്യമാണ്. കാരണം എന്ത് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും അവർ കഴിഞ്ഞു കൂടുന്നതെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഒരു ലോഡ് തടി നമുക്കറിയാം ഏത് റൂട്ടിലും കാലടി, അതുപോലെ ആലുവ ഈ റൂട്ടിലേക്ക് തടി വണ്ടികൾ ഒഴുകുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ അത് റബ്ബർ തടി വെട്ടി മറ്റു തടികൾ എല്ലാം കയറ്റി പോകുന്ന, പക്ഷെ അതിനുള്ള കഠിനാധ്വാനത്തെ പറ്റി, ആ തൊഴിലാളികളെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതേപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ. എല്ലാവരും ഫോളോ ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കേട്ടോ, എല്ലാവരും കാണുക കേട്ടോ. അവരവരുടെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആഹാരമൊക്കെ കഴിച്ചില്ലേ? പേരെന്നാന്ന് പറഞ്ഞു? രാജനോ? നമ്മുടെ പേര് ബാബുചേട്ടൻ. എത്ര വർഷമായി പണി തുടങ്ങിയിട്ട് ജോലി? 25 വർഷമായി. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഗവൺമെന്റ് എന്തെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? ഒന്നുമില്ല, ഇന്നേ വരെ കിട്ടുന്നതല്ല. ഈ മുതലാളിമാർ തരുന്ന പൈസ അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ ഈ തടി പകുതി മുക്കാലും കയറ്റി അല്ലേ? പകുതി കയറ്റി. ഓക്കെ. ഈ റൂട്ടിൽ ഇവിടെ എല്ലാവരും താമസിക്കുന്നത് ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഏകദേശം ഞാൻ ചോദിക്കട്ടെ, ഈ തടി കയറ്റം നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ പിടിക്കുന്നുണ്ട് ചേട്ടാ? 10 മണിക്കൂർ പിടിക്കും അല്ലേ? ഓക്കെ. ഇന്നത്തെ നമുക്കറിയാം ആധുനിക യുഗത്തിൽ മെഷീനുണ്ട്, JCB ഉണ്ട്, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അവരുടെ അധ്വാനത്തിന് ഇന്നും ഒരു കുറവില്ല. കാരണം എന്താ പറയുക, അവർ ജീവിക്കാൻ വേണ്ടിയുള്ള തൊഴിലാണ് അവരേർപ്പെട്ടിരിക്കുക. അതൊന്നും ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ സർക്കാരോ നാളുകളിലെങ്കിലും ഇവരുടെ ഒരു ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുക, അവർക്ക് ആനുകൂല്യങ്ങളോ മറ്റ് ക്ഷേമ പെൻഷനുകളോ ഏർപ്പെടുത്തുവാൻ സാധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി, താങ്ക്സ്. ഓക്കെ.